നമ്മുടെ കരടി മേല് ആനക്കുട്ടീനെ തന്നെ ലക്ഷ്യം വെച്ചിട്ടാ പോയിക്കൊണ്ടിരിക്കണേന്ന് തോന്നുന്നു. കൂട്ടത്തിലുള്ള മുതിർന്ന ആനയെന്ന് തോന്നുന്നു. കടുവ വന്നതിന്റെ മണം പിടിക്കുന്നുണ്ട്. നല്ല നീളമുള്ള കൊമ്പുകളൊക്കെ ഉള്ള ഒരു അടിപൊളി ആന, അതും ഈ പച്ചപ്പിൽ ഇങ്ങനെ. അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ദേ നമ്മുടെ സുന്ദരിയുടെ കമ്പൊന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഏറെ നാളായുള്ള എൻ്റെ കാത്തിരിപ്പിനൊടുവിൽ ഞാൻ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലെത്തി. 4 വർഷം മുമ്പ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യത്തെ ട്രിപ്പിൽ നമ്മൾ 2 ജീപ്പ് സഫാരിയാണ് കേട്ടോ എടുത്തിരിക്കണേ. എൻ്റെ കൂടെ ബാംഗ്ലൂരിൽ തന്നെയുള്ള ഒരു ഫോട്ടോഗ്രാഫർ ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് ഏകദേശം 4 മണിക്കൂർ യാത്ര മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് പുലർച്ചെ പുറപ്പെട്ട് രാവിലെ 5 മണിയോട് കൂടി തന്നെ നമ്മളോടുത്ത ടിക്കറ്റ് കൗണ്ടറിന് മുന്നിൽ എത്തിയിരുന്നു. ഈ സഫാരി എങ്ങനെ ബുക്ക് ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വഴിയേ പറയാം. മഴക്കാലം ആയതുകൊണ്ട് തന്നെ കാട് കാണാൻ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. നമ്മുടെ ജീപ്പിലുള്ള എല്ലാ ആൾക്കാരും തന്നെ കാടിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണ എല്ലാ കാട്ടിൽ പോകുമ്പോഴും നമുക്ക് ആദ്യം കുറച്ച് മാങ്കൂട്ടത്തെയാണ് കാണാൻ പറ്റാറ്. എന്നാൽ ഇവിടെ നമ്മൾ ആദ്യം കണ്ടത് ഈ കുട്ടിയാനയാണ് കേട്ടോ. ഈ കുട്ടിയാനനെ കൂടാതെ വേറെ 1-2 ആനകൾ ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ. പക്ഷെ അതൊക്കെ കാടിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാ ആനകളുടെ മുകളിലും ഓരോ മൈനകൾ ഇരിക്കുന്നുണ്ട്. ഈ ആനകൾ നടക്കുമ്പോഴും പുല്ല് തിന്നുമ്പോഴൊക്കെ അതിൽ നിന്ന് വരുന്ന പ്രാണികളെ പിടിക്കാനാണ് കേട്ടോ ഇവരിവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ഡ്രൈവറുടെ പേര് ബസവണ്ണ എന്നാണ്. കഴിഞ്ഞ 20 വർഷമായിട്ടും പുള്ളിക്കാരൻ ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യണത് കേട്ടോ. അതുകൊണ്ട് തന്നെ അനിമൽസിനെയൊക്കെ ട്രാക്ക് ചെയ്യുന്ന കാര്യത്തിൽ മൂപ്പർക്കൊരു പ്രത്യേക കഴിവുണ്ട്. നല്ല നീളമുള്ള കൊമ്പുകളൊക്കെ ഉള്ള ഒരു അടിപൊളി ആന, അതും ഈ പച്ചപ്പിൽ ഇങ്ങനെ പുതച്ച് നിൽക്കണ കാണാൻ എന്തൊരു ഭംഗിയല്ലേ. നമ്മൾ മഴക്കാലത്ത് ഇങ്ങോട്ട് വരാണെങ്കിൽ ഇതേപോലെ അടിപൊളി ഫ്രെയിമുകൾ കിട്ടുന്നുണ്ട് അവിടെ നിന്ന്. 45 വയസ്സ് പ്രായമുള്ള ഒരു ഡോമിനൻ്റ് മെയിൽ ടസ്കറാണ് കേട്ടോ ഇവൻ. പോരാത്തന്നെ മതപ്പാടിലുമാണ്. ഇവൻ്റെ കണ്ണിന് കുറച്ച് വെള്ള കളർ കൂടുതലുണ്ട്. പോരാത്തന്നെ കണ്ണീരും വരുന്നുണ്ട്. മിക്കതും കണ്ണിന് എന്തെങ്കിലുമൊക്കെ അസുഖം വന്നതായിരിക്കണം. അത്ര അധികം നേരമൊന്നും നമുക്ക് അവൻ്റെ സൈറ്റിങ് കിട്ടിയില്ല. അപ്പോഴേക്കും അവൻ കാടിൻ്റെ ഉള്ളിലോട്ടും കയറിപ്പോയി. ഈ ജൂൺ മാസത്തിലൊക്കെ കേരളത്തിൽ അത്യാവശ്യം നല്ല കനത്ത മഴ പെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അത്രയ്ക്ക് ശക്തമായ മഴയൊന്നും ഈ ബന്ദിപ്പൂർ ഏരിയയിലൊന്നും പെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ റോഡുകളൊക്കെ ഭയങ്കര നീറ്റായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. സമയം ഇപ്പോൾ ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ഏതൊരു മൃഗം വന്നാലും വീഡിയോ എടുക്കാൻ പറ്റിയ നല്ല പെർഫെക്റ്റ് ലൈറ്റിങ്. ഒരു മാനെങ്കിലും കാണണമെന്ന് ഞാൻ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അതിസുന്ദരിയായ ഒരു പെൺകടുവ നമ്മുടെ ക്യാമറയുടെ മുന്നിലേക്ക് നടന്നു വരുന്നത്. നമ്മുടെ വണ്ടിക്ക് മാത്രമാണ് കേട്ടോ ഈ സൈറ്റിങ് കിട്ടിയത്. നെറ്റ്വർക്ക് കവറേജ് ഇല്ലാത്ത കാരണം തന്നെ മറ്റു വണ്ടിക്കാരൊന്നും അറിയിക്കാൻ പറ്റിയിരുന്നില്ല. നമ്മുടെ ഡ്രൈവർ ബസ്സോണ്ട് പറഞ്ഞു എന്തായാലും ഈ കടുവ റോട്ടിൽ കൂടെ നടന്നു വരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടി കുറച്ച് ദൂരം മാറ്റി നിർത്തി. എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്ത് വെറുതെ ഇല്ല. നമ്മുടെ ഡ്രൈവർ പറഞ്ഞ പോലെ തന്നെ പയ്യെ കടുവ കാടിൻ്റെ ഉള്ളിൽ നിന്ന് റോഡിലേക്ക് അങ്ങ് നടന്നു വന്നു. ബന്ദിപ്പൂരിലെ ടൂറിസം സോണിലെ ഏറെ ഫേമസ് ആയ സുന്ദരിയാണ് കേട്ടോ ഇത്. ഇവൾക്ക് 8 വയസ്സോളം പ്രായമുണ്ട്. ഈ സുന്ദരി ഒരു അമ്മക്കടുവ കൂടിയാണ്. ഏകദേശം 1 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി കൂട്ടിയുണ്ട് സുന്ദരിക്ക്. ഇനി വരാൻ പോകുന്ന കുറച്ച് വിഷ്വൽസ് നിങ്ങൾ മിനിമം ഒരു ഫുൾ HD കാണാൻ ശ്രമിച്ചോളൂ. എന്നാലാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എല്ലാ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരുടെയും സ്വപ്നമായിരിക്കും കടുവ നമ്മുടെ ക്യാമറയുടെ മുന്നിലേക്ക് നടന്നു വരുന്ന ഹെഡ് ഓൺ ഷോട്ട്സ്, അതും നാച്ചുറൽ ബാക്ക്ഗ്രൗണ്ടിൽ. എന്തായാലും ഇവിടെ വെച്ച് എൻ്റെ സ്വപ്നം പൂവണിഞ്ഞു കേട്ടോ. മിക്കതി കുട്ടിക്കടുവ കാടിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ സുന്ദരി എപ്പോഴും ഇങ്ങനെ പുറകിലോട്ട് നോക്കുന്നത്. പൊതുവെ ഈ കുട്ടിക്കടുവകൾ ഭയങ്കര ഷൈ ആയിരിക്കും. ഇതുപോലത്തെ ഓപ്പൺ ഏരിയയിലൊക്കെ വരാനായിട്ട് അവർക്ക് ഭയങ്കര പേടിയാണ്. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പുലികളും കാട്ടുപട്ടികളൊക്കെ ഈ കടുവ കുട്ടികളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല ഇവരുടെ അച്ഛനല്ലാത്ത വേറെ മേൽ കടുവകളും ഇവരെ ആക്രമിച്ചേക്കാം. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ മിക്കപ്പോഴും അമ്മക്കടുവകൾ അടുത്തില്ലാത്ത സമയങ്ങളിൽ ഇവരേതെങ്കിലും കുറ്റിക്കാടുകളിൽ ഒളിച്ചിരിക്കുകയാണ് ചെയ്യാറ്. അമ്മക്കടുവ കുട്ടീനെ വിളിക്കുന്നുണ്ട്. നല്ല ധൈര്യമുള്ള കുട്ടിയാണെങ്കിൽ ഇപ്പൊ തന്നെ ഓടി വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ.
എത്ര വിളിച്ചിട്ട് ഈ കുട്ടിക്കടുവ വരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ അമ്മക്കടുവ കുട്ടിയുടെ അടുത്ത് പോയിട്ട് വിളിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കുട്ടിക്കടുവകൾക്കൊക്കെ അമ്മ അടുത്തുണ്ടെങ്കിൽ മാത്രമേ ധൈര്യം ഉണ്ടാവുള്ളൂ. സാധാരണ ഒരു കടുവ പ്രസവിക്കുമ്പോൾ 3 മുതൽ 4 കുട്ടികൾ വരെയൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ നമ്മുടെ സുന്ദരിക്ക് ഇത്തവണത്തെ ലിറ്ററിൽ ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് കടുവക്കുട്ടീനെ കാണാൻ പറ്റി. ഏകദേശം 1 വയസ്സോളം പ്രായമുള്ള ഒരു ഫീമെയിൽ കടുവക്കുട്ടിയാണ് കേട്ടോ ഇത്. പൊതുവെ പെൺ കടുവക്കുട്ടികൾക്ക് ആൺകുട്ടികളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഷൈനസ് കൂടുതലായിരിക്കും. ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റ് നമ്മുടെ കേരള ബോർഡറിനോട് ചേർന്ന് കിടക്കുന്നതായതുകൊണ്ട് തന്നെ മഴക്കാലങ്ങളിൽ ട്രിപ്പ് പോവുകയാണെങ്കിൽ പരിഗണിക്കാൻ പറ്റിയൊരു അടിപൊളി ഓപ്ഷനാണ് കേട്ടോ ഇത്. തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരാണെങ്കിൽ നിലമ്പൂരും കൂടല്ലൂർ വഴി നമുക്ക് ബന്ദിപ്പൂർ എത്താൻ പറ്റും. കണ്ണൂർ സൈഡിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ സുൽത്താൻ ബത്തേരി വയനാട് വൈൽഡ് ലൈഫ് സാഞ്ചുറി വഴിയും ബന്ദിപ്പൂർ എത്താം. ഇവിടെ നിങ്ങൾക്ക് ജീപ്പ് സഫാരി എടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ ബന്ദിപ്പൂർ JLR വഴി ബുക്ക് ചെയ്യണതാണ്. അങ്ങനെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 2 സഫാരിയും 3 നേരത്തെ ഫുഡും പിന്നെ സ്റ്റേയും എല്ലാം ആ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി നിങ്ങൾക്ക് സഫാരി മാത്രം മതി എന്നുണ്ടെങ്കിൽ ഫോറസ്റ്റിന്റെ ഫുള്ള് ജീപ്പായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2 മണിക്കൂർ മാത്രമേ ഇതിന്റെ സഫാരി ഡ്യൂറേഷൻ ഉണ്ടാവുള്ളൂ. എന്നാൽ വേണമെങ്കിൽ നമുക്ക് 2 ടൈം സ്ലോട്ട് കമ്പൈൻ ചെയ്ത് ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ ടോട്ടൽ 4 മണിക്കൂർ കിട്ടും സഫാരി. ഒരു ഫുൾ ജീപ്പിന് 2 മണിക്കൂറത്തേക്ക് 5000 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പൊ 4 മണിക്കൂർ ആകുമ്പോൾ 10000 രൂപയ്ക്ക് മേലെയുണ്ടാ. മിനിമം ഒരു 4 പേരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ദേ നമ്മുടെ സുന്ദരിയുടെ കപ്പ് ഒന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് സുന്ദരി നടന്ന് നമ്മുടെ ജീപ്പിന്റെ അവിടെ എത്തി. അതുകൊണ്ട് തന്നെ നമുക്ക് ജീപ്പ് പുറകോട്ട് എടുക്കേണ്ടി വന്നു. കടുവക്കുട്ടി നല്ല ഓപ്പൺ ഏരിയയിൽ വന്ന് ഇനി എന്നാ കുറച്ചു നേരം നിങ്ങൾ എന്നെ ക്യാമറയിൽ പകർത്തിക്കോന്ന് പറഞ്ഞ് നിന്നതായിരുന്നു. പക്ഷെ നമുക്ക് ആ ഫുട്ടേജ് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ജീപ്പ് ഒന്ന് വീണ്ടും സ്റ്റേബിളാക്കി നിർത്തിയപ്പോഴേക്കും കടുവക്കുട്ടി ഇതേ കാടിൻ്റെ ഉള്ളിൽ കയറിപ്പോയി. അമ്മയുടെ വിളി കേട്ട് വീണ്ടും കടുവക്കുട്ടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. കുറച്ച് സെക്കൻഡുകൾ മാത്രമാണ് ഈ കടുവക്കുട്ടി ഓപ്പൺ ഏരിയയിലേക്ക് വരുന്നുള്ളൂ. അപ്പോഴേക്കും വീണ്ടും അത് കുറ്റിക്കാടിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. എന്തുകൊണ്ടാണ് ഈ കടുവക്കുട്ടി ഇത്രയും ഷൈ ആയി പോയത്? ചിലപ്പോൾ നമ്മുടെ വണ്ടി കണ്ടുകൊണ്ടായിരിക്കും. എന്നാലും നമ്മുടെ ഡ്രൈവർ വണ്ടി എപ്പോഴും കുറച്ച് ദൂരം നിർത്താനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷെ റോഡ് ഇങ്ങനെ വളഞ്ഞു മുളഞ്ഞ് കിടക്കുന്ന കാരണം തന്നെ എപ്പോഴും അങ്ങനെ ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ കടുവക്കുട്ടികൾ എങ്ങനെ പരിപാലിച്ച് കൊണ്ടുപോകുന്നത് അമ്മക്കടുവയെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ട് പിടിച്ചൊരു ടാസ്ക് തന്നെയാണ്. ഈ കടുവക്കുട്ടിയുടെ അച്ഛൻ 10 വയസ്സോളം പ്രായമുള്ള 5 മാർക്ക് എന്ന് പറഞ്ഞ ഒരു വലിയ ടൈഗറാണ്. എന്നാൽ ഈ 5 മാർക്കിന്റെ ടെറിട്ടറിയുടെ അടുത്ത് തന്നെയായിട്ട് കരടി മെയിൽ എന്ന് പറഞ്ഞൊരു കടുവയുടെ ടെറിട്ടറി ഉണ്ട്. ഈ കരടി മെയിൽ ഈ കടുവക്കുട്ടീനെ കാണുകയാണെങ്കിൽ എന്തായാലും അത് ആക്രമിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഇനി നമുക്ക് സുന്ദരിയുടെ കുറച്ച് സ്ലോ മോഷൻ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയാലോ. ഈ കടുവയുടെ വിഷ്വൽസ് ഒക്കെ എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടാ. നമ്മുടെ വീഡിയോസിനൊന്നും അങ്ങനെ അത്രയധികം വ്യൂസ് ഒന്നും കിട്ടാറില്ല. നിങ്ങളുടെ കമന്റ്സ് മാത്രമാണ് എനിക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം. അതുകൊണ്ട് തന്നെ കമന്റ് ചെയ്യാൻ എന്തായാലും മറക്കണ്ട കേട്ടോ. ഈ കടുവ എന്തുകൊണ്ടാണ് വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായ? റോട്ടിലല്ലേ ഈ കടുവയുടെ ടെറിട്ടറി തീർന്നുപോയി. അപ്പൊ അതുകൊണ്ട് അതിന്റെ സ്വന്തം ടെറിട്ടറിയിലേക്ക് തിരിച്ചു പോവാണ്. ഏകദേശം 1/2 മണിക്കൂറോളം നമുക്ക് നല്ല കാഴ്ചകളൊക്കെ സമ്മാനിച്ചിട്ട് 2 കടുവകളും പയ്യെ കുറ്റിക്കാട്ടിലോട്ടും കയറിപ്പോയി. അടിപൊളി സൈറ്റ്. നമ്മുടെ വണ്ടിയിലുള്ള എല്ലാവരും ഒരുപാട് ഹാപ്പി. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ജീന. പുള്ളിക്കാരി ഒരു അസാമാന്യ വൈൽഡ് ലൈഫ് വീഡിയോഗ്രാഫറാണ്. ജീനയുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്തായാലും ഒന്ന് കയറി നോക്കിക്കോളൂ കേട്ടോ. കുറെ അടിപൊളി വൈൽഡ് ലൈഫ് വീഡിയോസ് കാണാൻ പറ്റും. കാട് ഇങ്ങനെ പച്ചപ്പിൽ പൊതച്ചു നിൽക്കാണ്. ഇരുവശങ്ങളിലും നിറച്ച് കമ്മ്യൂണിസ്റ്റ് ബസ്സുകൾ കാണാം. മാർച്ചിൽ ഇവർ ഇതൊക്കെ നശിപ്പിച്ച് കളഞ്ഞാണ്. പക്ഷെ ഏപ്രിലും മെയിലും നല്ല മഴ കിട്ടിയതുകൊണ്ട് തന്നെ ഇതൊക്കെ അത്യാവശ്യം വലുതായിട്ടുണ്ട്.
കാടിന്റെ ഭംഗി ആസ്വദിക്കുന്നുള്ളവർക്കൊക്കെ എന്തായാലും ഈ മഴക്കാലത്ത് ബന്ദിപ്പൂരിലേക്ക് വരാണ്ടോ. പോരാത്തതിന് ഇപ്പൊ അത്യാവശ്യം നല്ല അനിമൽ സൈറ്റിങ്സ് ഉള്ളതുകൊണ്ട് തന്നെ ബന്ദിപ്പൂർ ഒരിക്കലും നിങ്ങളെ നിരാശരാക്കാൻ സാധ്യതയില്ല. ഇവിടുത്തെ ആനകൾക്കൊന്നും വണ്ടികളെയൊന്നും ഒട്ടും പേടിയില്ല. ഇവര് കൂളായിട്ട് വണ്ടികളുടെ അടുത്തേക്കൊക്കെ നടന്നു വരും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആനകളുള്ളത് ഈ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആനകളെ കാണാൻ പറ്റും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. ഒരു അതിശയോക്തിക്ക് പറയുകയാണെങ്കിൽ മാനുകളൊക്കെ കൂടുതൽ ആനകളെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. എൻ്റെ ഈ വരവിൻ്റെ ഒരു പ്രധാന ഉദ്ദേശവും ആനകളുടെ വീഡിയോ എടുക്കാൻ തന്നെയായിരുന്നു. എന്നാൽ ഒരു ബോണസ് പോലെ കിട്ടിയതാണ് കേട്ടോ നമുക്ക് ടൈഗർ സൈറ്റിംഗ്. ഓഫ് ബീറ്റ് ട്രാവലേഴ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ബന്ദിപ്പൂരിലെ കുറേ ആനകളുടെ അടിപൊളി വിഷ്വൽസ് ഞാൻ കണ്ടിരുന്നു. അത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. മയിലുകൾ ഇങ്ങനെ പീലി വിരിച്ചിരിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. എത്ര നേരം നോക്കിയിരുന്നാലും നമുക്കത് മടുക്കുകയില്ല. ഈ പുള്ളിമാനകൾക്ക് കഴുത്തിൻ്റെ താഴെയായിട്ട് താടി പോലൊരു രോമുണ്ട്. ആദ്യമായിട്ടാണ് തന്നെ ശ്രദ്ധയിൽപ്പെടുന്നത്. ബന്ദിപ്പൂരിലെ കാടുകൾ കൂടുതലും ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. അതുകൊണ്ട് തന്നെ പുള്ളിമാനകൾ നമുക്കിവിടെ കുറേ കാണാൻ സാധിക്കും. ഇതാണ് ഇവിടുത്തെ ഫോറസ്റ്റിലെ ബസ് സഫാരി. ഏറ്റവും ചിലവ് കുറവിന് ബന്ദിപ്പൂരിൽ സഫാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 മണിക്കൂർ മാത്രമേ സഫാരി ഉള്ളൂ. ഞാൻ ഒരു 4 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ ബസ് സഫാരി എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ടൈഗറിനെ ട്രാക്ക് ചെയ്യുന്ന പരിപാടികളൊന്നും തന്നെ ഈ സഫാരിയിൽ ഇല്ലായിരുന്നു. ഈ സർപ്പന്റികളെ ഏതെങ്കിലും എരേനെ പിടിക്കാനായിരിക്കണം നിലത്ത് വന്നിരിക്കണ്ടായിരുന്നു. പക്ഷെ മാനകൾ അതിൻ്റെ തൊട്ടടുത്ത് എത്തിയപ്പോഴേക്കും അത് പറന്നുപോയി. പിന്നീട് നമ്മളൊരു മോതിരത്തത്തയുടെ കൂട് കണ്ടു. അതിനുശേഷം പിന്നെ മോർണിംഗ് സഫാരിയിൽ നമുക്ക് വേണ്ടത്ര കാഴ്ചകളൊന്നും കിട്ടിയില്ല. നമ്മുടെ ഈവനിങ് സഫാരി 3:30 സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതുവരെയുള്ള സമയം ബന്ദിപ്പൂരും മുതുമല ഫോറസ്റ്റുകളും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. റോഡിന്റെ സൈഡിൽ തന്നെയായിട്ട് ഒരു മെയിൽ കാട്ടുപോത്തിനെ കിട്ടി. അത്യാവശ്യം നല്ല സൈസ് ഉണ്ടായിരുന്നു ഇവന്. കാട്ടുപോത്തിനെ കുറച്ച് പേര് കാട്ടിന്ന് വിളിക്കുന്ന പോലെ തന്നെ നമ്മുടെ ബന്ദിപ്പൂരിന്റെ പേരിലും ഒരു പ്രശ്നമുണ്ട്. കർണാടകക്കാർ ഒരിക്കലും ബന്ദിപ്പൂർ എന്ന് പറയാറില്ല, അവർ ബണ്ടിപ്പുര എന്ന് പറയാറ്. ഇതിന് പിന്നെ ഒരു രസകരമായ സ്റ്റോറി ഉണ്ട്. പണ്ട് മൈസൂരിൽ നിന്ന് കോഴിക്കോട്ടിലേക്ക് കാളവണ്ടിയിൽ യാത്ര ചെയ്തിരുന്ന ആൾക്കാർ റെസ്റ്റ് എടുത്തിരുന്ന സ്ഥലമായിരുന്നു ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റ്. വണ്ടികളുടെ ഒരു ടൗൺ തന്നെയാണ് ബണ്ടിപ്പുര എന്നുള്ളൊരു പേരിൻ്റെ അർത്ഥം. പിന്നീട് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ കുറച്ചും കൂടി ഒന്ന് റിഫൈൻ ചെയ്ത് ബന്ദിപ്പൂരിനാക്കിയതായിരിക്കണം. എന്തായാലും തൽക്കാലം എനിക്ക് ബന്ദിപ്പൂരിനെ ബണ്ടിപ്പുര എന്ന് വിളിക്കാനുള്ള ഒരു പ്ലാൻ ഇല്ല. അതുപോലെ തന്നെ ഇന്ത്യൻ കോറിനെ കാട്ടിന്ന് വിളിക്കാനുള്ള ഒരു പ്ലാനും ഇല്ല. കുങ്കിയാനകളെ മലയാളത്തിൽ താപ്പാന എന്നാ പറയാ. പണ്ടെല്ലാവരും അങ്ങനെ തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് എപ്പോഴോ താപ്പാന അങ്ങ് അപ്രത്യക്ഷമായി പോയി. എന്തായാലും കാട്ടുപോത്തിന് താപ്പാനയുടെ ഗതി വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനല്ലേ. അങ്ങനെ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞ് കാട് കയറി. അത്യാവശ്യം നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വിചാരിച്ച പോലത്തെ സൈറ്റിങ്സ് ഒന്നും കിട്ടിയില്ല. അപ്പം പിന്നെ നമ്മൾ മസനഗുഡി വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഈ റൂട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. എന്നാൽ വേനൽക്കാലത്ത് എത്തിക്കൂടെ വരാണെങ്കിൽ ഉണങ്ങി വരണ്ടിരിക്കുകയായിരിക്കും. ഓ, ഈ കുരങ്ങൻ്റെ വലത്തെ കണ്ണ് കണ്ടപ്പോൾ ഭയങ്കര വിഷമായി. എന്തെങ്കിലുമൊക്കെ ആക്സിഡൻറ്റ് പറ്റിയതായിരിക്കും. നമുക്ക് കാണാനായിട്ട് ഒരു കണ്ണിൻ്റെ ആവശ്യമുള്ളൂ. എന്നാൽ കൃത്യമായ ദൂരം കണ്ടുപിടിക്കേണ്ട സാഹചര്യങ്ങളിലൊക്കെയാണ് 2 കണ്ണിൻ്റെ ആവശ്യം വരിക. കുരങ്ങന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു മരത്തിൽ നിന്ന് മറ്റു മരത്തേക്കൊക്കെ ചാടുന്ന സമയത്ത് 2 കണ്ണില്ലാണ്ട് നടക്കില്ല കേട്ടോ. മാനുകളും കുരങ്ങന്മാരും അല്ലാണ്ട് വേറെ സൈറ്റിങ്സ് ഒന്നും നമുക്ക് മസനഗുഡിന്ന് കിട്ടിയില്ല. അപ്പൊ പിന്നെ നമ്മൾ തിരിച്ച് മുതുമലേക്ക് വന്നു. തെപ്പേക്കാടുള്ള എലിഫന്റ് ക്യാമ്പിന്റെ അടുത്ത് വെച്ചാണ് നമ്മൾ ഈ മയിലിനെ കണ്ടത്. കഴിഞ്ഞ തവണ നമ്മൾ മുതുമലയ്ക്ക് വന്നപ്പോഴും ഈ ഒരു ഏരിയയിൽ കുറേ മയിലുകളെ കണ്ടിരുന്നു. തെപ്പേക്കാട് എലിഫന്റ് ക്യാമ്പിന്റെ അവിടെ നിന്ന് ബന്ദിപ്പൂരിലെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഏകദേശം 1/2 മണിക്കൂർ ദൂരം മാത്രമേ ഉള്ളൂ. ഞങ്ങളങ്ങനെ മുതുമല ഫോറസ്റ്റിനോട് വിട പറഞ്ഞ് ബന്ദിപ്പൂരിലെത്തി. പിന്നീട് ഉച്ചയ്ക്ക് ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം സഫാരിക്കായിട്ട് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് വന്നു. ഞങ്ങളങ്ങനെ ഈവനിങ് സഫാരിക്ക് വേണ്ടി ബന്ദിപ്പൂർ വന്നു. സമയം ഇപ്പോൾ 3 മണിയായി. 3:30 ഇവിടുത്തെ സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ കിട്ടിയ പോലെ തന്നെ കുറച്ച് അടിപൊളി വിഷ്വൽസ് ഒക്കെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
ഈവനിങ് സഫാരിക്ക് രാവിലത്തെ പോലെ കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കണ്ടോ, ഇഷ്ടംപോലെ കാറുകൾ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം നമുക്ക് ജീപ്പ് സഫാരിക്കായിട്ട് കിട്ടിയത് ഫോഴ്സ് മോട്ടോഴ്സിന്റെ ട്രാക്സ് ക്രൂസർ എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഇതുകൂടാതെ മഹേന്ദ്രയുടെ ബൊലേറോ ക്യാമ്പറും സുസുക്കിയുടെ ജിപ്സിയും ഒക്കെ ഇവിടെ സഫാരി നടത്തുന്നുണ്ട്. കബനിയിലുള്ള പോലെ ഇവിടെ അങ്ങനെ സോൺ റെസ്ട്രിക്ഷനുകളൊന്നുമില്ല, എല്ലാവർക്കും എല്ലാ സ്ഥലത്തേക്കും പോകാൻ പറ്റും. പക്ഷെ രാവിലെ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടില്ലായിരുന്നു. ബന്ദിപ്പൂരും നാഗർഹോളയും രണ്ടും അടുത്ത് കിടക്കുന്ന ഫോറസ്റ്റുകളായിട്ട് കൂടി രണ്ടിൻ്റെയും ഭൂപ്രകൃതിയിൽ നല്ല വ്യത്യാസമുണ്ട്. കുന്നുകൾ കൂടുതലുള്ളൊരു ടെറൈനാണ് ബന്ദിപ്പൂരുള്ളത്. എന്നാൽ നാഗർഹോളയിൽ കൂടുതലും താഴ്വാരങ്ങളാണ്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ വാട്ടർ സോഴ്സുകളിലൊക്കെ അത്യാവശ്യത്തിന് വെള്ളമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം വൈൽഡ് ലൈഫ് സെറ്റിങ്സ് ഇവിടുന്ന് കിട്ടുന്നത്. വേനൽക്കാലങ്ങളിൽ ഇവിടുത്തെ ആനകളെല്ലാം കബനി സൈഡിലോട്ട് പോകാറുണ്ട്. കബനി നദിയും അതുപോലെ തന്നെ മുതുമല സൈഡിലുള്ള മോയാർ നദിയാണ് ഈ ഫോറസ്റ്റിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ആനകൾക്കൊന്നും വണ്ടികളിൽ നിന്ന് ഒട്ടും പേടിയില്ല. കൂളായിട്ട് നമ്മുടെ അടുത്തേക്ക് നടന്നു വരാണ്. ഇത് ഞാൻ ഫോണിലെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഡ്രൈവർക്ക് വേറെ വണ്ടിക്ക് ടൈഗർ സൈറ്റിംഗ് കിട്ടിയെന്ന് പറഞ്ഞൊരു കോള് വന്നു. അപ്പൊ പിന്നെ ഒന്നും നോക്കാതെ വണ്ടി നേരെ അങ്ങോട്ട് വിട്ടു. എന്തായാലും നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ജീപ്പുകൾ ടൈഗർ സൈറ്റിംഗ് കിട്ടി കൊടുത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലേക്കിന്റെ സൈഡിലായിട്ട് ബന്ദിപ്പൂരിൽ ഈ അടുത്ത് ഏറെ ഫേമസ് ആയ കരടി മെയിൽ എന്ന് പറഞ്ഞ കടുവ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആളൊരു കൊടും ഭീകരൻ തന്നെയാണ് കേട്ടോ. കുറച്ച് വർഷം മുമ്പ് ഇവനൊരു കരടീനെ കൊന്നിരുന്നു. അങ്ങനെയാണ് ഇവന് കരടി മെയിൽ എന്നുള്ള പേര് കിട്ടിയത്. ലേക്കിന്റെ ഉള്ളിലുള്ള ഒരു ഉണങ്ങിയ മരത്തിന്റെ മുകളിലായിട്ട് ഒരു കിന്നരി പരന്നിരിക്കുന്നുണ്ടായിരുന്നു. ക്രസ്റ്റഡ് ഹോക്കീകൾ എന്നാണ് ഇവർ ഇംഗ്ലീഷിൽ പറയാ. തലയുടെ പുറകിലുള്ള തൂലുകളിലാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. കരടി മെയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ശക്തിയുള്ള ഒരു മെയിൽ ടൈഗറാണ് ഇവൻ. ഏകദേശം 5 വയസ്സോളം പ്രായമുണ്ട്. അവൻ ഈ ഏരിയയിൽ കണ്ടു തുടങ്ങിയിട്ട് ഏതാണ്ട് 1.5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഈ കരടി മെയിലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവ ഇടയ്ക്ക് ആനക്കുട്ടികളൊക്കെ ഹണ്ട് ചെയ്യാറുണ്ട്. ഇവ ഇങ്ങനെ ഉറങ്ങണ കാണുമ്പോൾ ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ടാവില്ലേ? പക്ഷെ ഒന്ന് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടും ഭീകരനായിരിക്കും, കൊടും ഭീകരൻ. നമ്മുടെ മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ കരടി മെയിലിൻ്റെ ഉറക്കം കണ്ടുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ കാടിൻ്റെ വേറെ കാഴ്ചകൾ തേടി പോവാം. എന്നിട്ട് ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ച് വരും ചെയ്യാം. നമ്മൾ പക്ഷെ 1ാമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുത്തത്. ഇവിടെ തന്നെ എന്തായാലും വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാരണ ഈ കടുവകളൊക്കെ ആക്റ്റീവ് ആവാറ് വൈകിട്ട് ഒരു 5 മണിക്കൊക്കെ ശേഷമായിരിക്കും. പകൽ സമയങ്ങളിലൊക്കെ മിക്കപ്പോഴും ഇവർ കിടന്ന് ഉറങ്ങാറാണ് പതിവ്. ഈ ഒരു ഏരിയയിൽ നിറച്ചൊരു ടൈപ്പ് ഈച്ചകളുണ്ട്. അത് കുത്തിയിട്ടുണ്ടെങ്കിൽ നല്ല വേദന എടുക്കും. ആ ഈച്ചകൾ ശല്യപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ ഈ കടുവ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എണീക്കണേ. കടുവേന മാത്രമല്ല, ഈ ഈച്ചകൾ നമ്മളെ അത്യാവശ്യം നന്നായി ഉപദ്രവിച്ചിട്ടുണ്ട്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കുന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാ. ജൂൺ ജൂലൈ മാസങ്ങളിൽ ബന്ദിപ്പൂരിൽ ഈ ഈച്ചകളുടെ ഒരു സീസൺ ടൈമാണ്. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷെ അധികം നേരം നിർത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അവർ നമ്മളെ കുത്തും. അതും ഇവരുടെ ഒരു കുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേനീച്ച കുത്തണ പോലെയാണ്, നല്ല വേദന എടുക്കും. നമ്മൾ ഈ കടുവേൻ്റെ അടുത്ത് വന്നിട്ട് ഏകദേശം 1 മണിക്കൂറോളായി. ഇപ്പം സമയം 4:45. 5 മണിയോട് കൂടി കടുവ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നതാണ് നമ്മളൊരു പ്രതീക്ഷ. അതിനിടയ്ക്ക് ഇവിടെ അത്യാവശ്യത്തിന് നല്ലൊരു മഴയും പെയ്തിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ തന്നെ കൃത്യം 5 മണിക്ക് കരടിമേൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റു. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറയാറുണ്ട് കടുവകൾ ആക്റ്റീവ് ആവാൻ വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷമായിരിക്കുന്നത്. ഇപ്പം അതിനുള്ള ഒരു പ്രൂഫും കിട്ടി. ആദ്യമായിട്ടാണ് ഒരു കടുവ ഉറങ്ങിയിരിക്കുന്നത് നേരിട്ട് കാണുന്നത്. എൻ്റെ വീട്ടിൽ മുമ്പുണ്ടായിരുന്ന പട്ടി ഉറങ്ങിയിരിക്കുന്ന സമയത്തും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ കാണിക്കാറ്. ഇത്രയും അധികം ആൾക്കാർ ഈ കടുവ എണീക്കണതും കാത്തിരിക്കണ കാര്യം ഈ കടുവയ്ക്ക് അറിയുന്നുണ്ടാവും എന്തോ. എന്തായാലും നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നന്നായി. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വണ്ടി കറക്റ്റ് പൊസിഷനിൽ ഇടാൻ പറ്റി. നമ്മുടെ കരടി മയിൽ കൈകാലുകളൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. അപ്പം മിക്കതും പെട്ടെന്ന് ഇവിടുന്ന് എണീക്കാനുള്ള സാധ്യതയുണ്ട്. മഴ പെയ്ത കാരണം തന്നെ ഇവൻ്റെ ദേഹം മൊത്തം നനഞ്ഞു കാണും. അതുകൊണ്ടാണ് അവൻ നക്കി വെടുപ്പാക്കുന്നത്. ഒട്ടുമിക്ക കടുവകളും ആനക്കുട്ടികൾ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പോകാറില്ല. കാരണം കൂട്ടത്തിലുള്ള ആനകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കടുവയുടെ പണി തീരും.
എന്നാൽ നമ്മുടെ കരടി മെയിലിന് അസാമാന്യ ധൈര്യമാണ്. ഈ കടുവ ആനക്കുട്ടികളൊക്കെ അറ്റാക്ക് ചെയ്യാറുണ്ട്. ആനക്കുട്ടികളെ മാത്രമല്ല, വലിയ മെയില് കാട്ടുപോത്തുകളെയും ഈ കരടി മെയിൽ അറ്റാക്ക് ചെയ്യാറുണ്ട്. കടുവകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചെയ്യുന്നതൊരു ഭയങ്കര റിസ്ക്കാണ്. കാരണം കാട്ടുപോത്തിൻ്റെ ഒരു കുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ഇഞ്ചുറി പറ്റും. അപ്പം നല്ല പവറുള്ള കാട്ടുപോത്താണെങ്കിൽ കടുവയുടെ പണിക്കൂട്ട് അവിടെ തീരും. നമ്മുടെ കരടി മെയില് ബന്ദിപ്പൂരിൽ ഇപ്പിള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ബോൾഡ് കടുവയാണ്. 5 വയസ്സിലെ എങ്ങനെയാണെങ്കിൽ ഒരു 8 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവനായിരിക്കും ബന്ദിപ്പൂരിലെ രാജാവ്. രാവിലെ നമ്മൾ മുതുമല പോയ സമയത്ത് ഞാനവിടെ വെച്ച് കരടീനെ കാണാൻ പറ്റുന്ന വിചാരിച്ചിരുന്നത്. കാരണം മുതുമല ഏരിയയിൽ ഇഷ്ടംപോലെ കരടി സെറ്റിങ്സ് കിട്ടാറുണ്ട്. എന്തായാലും കരടീനെ കാണാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് കരടി മേലെ കടുവേനെ കാണാൻ പറ്റി. ഇന്നത്തെ ദിവസം നമുക്ക് നല്ല ഭാഗ്യമുള്ള ഒരു ദിവസമായിരുന്നു. മറ്റ് ഫോറസ്റ്റുകളിലൊക്കെ പോവുകയാണെങ്കിൽ മിനിമം ഒരു 4 സഫാരി എടുത്താൽ മാത്രമാണ് നമുക്ക് ടൈഗർ സെറ്റിംഗ് കിട്ടാറുള്ളൂ. ഇനിയിപ്പോൾ സൈറ്റിംഗ് കിട്ടിയാൽ തന്നെ പ്രോപ്പറായിട്ടൊരു വീഡിയോ എടുക്കാനും പറ്റാറില്ല. എന്തായാലും ബന്ദിപ്പൂർ നമ്മളെ നിരാശപ്പെടുത്തിയില്ല. പിന്നീട് ഈ കടുവ റോഡിനോട് പാരലായി പുല്ലുകളുടെ ഇടയ്ക്കൂടെ നടക്കാൻ ആരംഭിച്ചു. ഒരുപക്ഷെ റോഡിലധികം വണ്ടികളില്ലായിരുന്നെങ്കിൽ ഈ കടുവ റോഡിൽ കൂടെ തന്നെ വന്നേനെ. ഈ കടുവ നല്ല സ്പീഡിലാണ് നടക്കണ്ടായിരുന്നത്. നമ്മുടെ ഡ്രൈവറുടെ അഭിപ്രായം അനുസരിച്ച് ഇനി ഈ കടുവ വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ മാത്രമല്ല, ജയലാറിനെ കുറച്ച് ജീപ്പുകൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കണ്ടത്. കരടി മേലിൽ പുല്ലുകളുടെ ഇടയിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പോകുന്ന വഴിക്കായിട്ട് ഒരു ആനക്കൂട്ടം ഉണ്ടായിരുന്നു. ഈ ആനക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു ആനക്കുട്ടി ഉണ്ടായിരുന്നു. വേറെ ഏതൊരു കടുവയാണെങ്കിലും നമുക്ക് ഇത്ര ടെൻഷൻ ഉണ്ടാവില്ല. എന്നാൽ കരടി മേൽ ആനക്കുട്ടികളെ അറ്റാക്ക് ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷനേലും കൂടുതൽ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഈ കടുവ ആനകളും തമ്മിൽ ഏകദേശം 30 മീറ്ററോളം ദൂരം മാത്രമേ ഉള്ളൂ. സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ആനക്കൂട്ടത്തെ കാണാൻ പറ്റും. ആനക്കുട്ടീനെ അവർ സേഫായിട്ട് 2 വലിയ ആനകളുടെ ഇടയിലാണ് നിർത്തിയിരിക്കണേ. കൂട്ടത്തിലുള്ള മുതിർന്ന ആനയെന്ന് തോന്നുന്നു. കടുവ വന്നതിന്റെ മണം പിടിക്കുന്നുണ്ട്. നമ്മുടെ കരടി മേല് ആനക്കുട്ടീനെ തന്നെ ലക്ഷ്യം വെച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കണേന്ന് തോന്നുന്നു. കടുവ തൊട്ടടുത്തെത്തിയപ്പോഴേക്കും ആനക്കുട്ടീനെയും കൊണ്ട് വേറൊരു ആന ആ കുറ്റിക്കാട്ടിലേക്ക് അങ്ങ് കയറിപ്പോയി. എന്തായാലും നമ്മളെയൊക്കെ ടെൻഷന്റെ മുൾമുനെ നിർത്തി ഈ കരടി മേല്. വൈൽഡ് ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞാൽ ഇതാണ് എൻ്റെ അമ്മോ ഒടുക്കത്തെ എക്സ്പീരിയൻസ്. എന്തായാലും ആനക്കുട്ടി തൽക്കാലം കരടിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തോളൂട്ടാ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ 5K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു പ്രത്യേക നന്ദി.